started. Woo! Yes, ഹാപ്പി കിഡിന്റെ പിക്ചർ റെഡി. ഇനി ഇത് സേവ് ചെയ്യാം. ഹായ്, പുതിയ ടി വി. ബോസ് പുതിയ ടി വി വാങ്ങിയോ? കൊള്ളാം. ഇനി ബോറടിച്ചിരിക്കണ്ടല്ലോ. എപ്പോ വേണേലും കൊച്ചു ടിവിയിൽ കാർട്ടൂൺ കണ്ടിരിക്കാം. ഫ്രെഡി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പരീക്ഷണശാലയിൽ ഒളിഞ്ഞു നോക്കരുതെന്ന്? ഒളിഞ്ഞു നോക്കിയില്ലല്ലോ ബോസ്, ഞാൻ നേരെ തന്നെയാ നോക്കിയത്. അപ്പോൾ നിനക്കെന്റെ വാക്കുകൾ അനുസരിക്കാൻ വയ്യ അല്ലേ? ദൈവമേ, ബോസിന് ദേഷ്യം വന്നല്ലോ. ഒന്ന് സോപ്പിട്ട് കളയാം. എന്താടോ ഒന്നും പറയാതെ നിൽക്കുന്നത്? അത് ഞാൻ നോക്കിയത് മറ്റൊന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കണ്ടുപിടുത്തക്കാരനാണല്ലോ എന്റെ ബോസ്. അപ്പോൾ ഞാൻ ആരാധനയോടെ നോക്കി നിന്ന് പോയതാണ്. ഓഹോ, എങ്കിൽ കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. ആരാധനയോടെ ഒരാളെ നോക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റമല്ലല്ലോ ബോസ്. അതെ അതൊരു കുറ്റമല്ല. എങ്കിൽ അകത്ത് വന്ന് നോക്കിക്കോളൂ. എന്തിനാ ഫ്രെഡി പുറത്തു നിൽക്കുന്നത്? അതെ, അത് തന്നെയാ ഞാൻ ഓർക്കുന്നത്. ഞാനെന്തിനാ പുറത്ത് നിൽക്കുന്നത്? ഹായ് ബോസ്, പുതിയ ടി വി വാങ്ങിയല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം ബോസ് സ്നേഹമുള്ളവനാ. എന്താണ് ഫ്രെഡി ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് കൊച്ചു ടി വി കാണാനാണല്ലോ ബോസ് കഷ്ടപ്പെട്ട് പുതിയ ടി വി വാങ്ങിയത്. ബോസിന്റെ സ്നേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു ബോസ്, കണ്ണ് നിറയുന്നു. എടോ ഫ്രെഡി, ഇത് പ്രോഗ്രാം കാണുന്ന ടി വി അല്ല, ആ ഹാപ്പി കിഡിനെ കൊടുക്കാനുള്ള ടിവിയാ. ഹാപ്പി കിഡിനെ കൊടുക്കാനുള്ള ടിവിയോ? അത് കൊള്ളാലോ ബോസ്. അതെങ്ങനെ സാധിക്കും? അതൊക്കെയുണ്ട് ഫ്രെഡി, എല്ലാം നേരിട്ട് കാണാം. ഞാനിപ്പോ ഫ്രെഡിയെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം ബോസ്. ഞാനിത് ഇപ്പൊ തന്നെ ചെയ്തു കൊള്ളാം. എന്ത് ചെയ്യാമെന്ന്? ബോസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. എടോ, അതെന്താണെന്ന് ഞാൻ പറയാതെ താൻ എങ്ങനെ അറിയും? പറയാതെ തന്നെ എനിക്കറിയാവുന്നേ. പറയട്ടെ? ശരി, പറയൂ, ഞാൻ നോക്കട്ടെ നിന്റെ ബുദ്ധി. കിച്ചണിൽ ബാക്കിയുള്ള ഫുഡ് മുഴുവൻ ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചു തീർക്കണം. അതല്ലേ ബോസ് പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം? ഇതൊക്കെ എന്ത്? ഇതിലും വലുതൊക്കെ ഞാൻ ഊഹിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതല്ലാതെ നിനക്ക് മറ്റൊരു കാര്യവുമില്ലേ ഫ്രെഡി? അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ബോസ്. താൻ പോയി ആ പിള്ളേരെവിടെയുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞു വാ. അതാണ് നിന്നെ ഏൽപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ അതിന് തല്ലേണ്ടിയിരുന്നില്ല. ഓ സോറി ഫ്രെഡി. കുഴപ്പമില്ല ബോസ്, ഞാനത് ക്ഷമിച്ചു. സോറി ഫ്രെഡി. ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വീണ്ടും സോറി പറയുന്നത്? മിക്കവാറും ഉടനെ തന്നെ താൻ വീണ്ടും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അതിനും കൂടി ചേർത്താ വീണ്ടും സോറി പറഞ്ഞത്. ബോസ്, ഇവന്മാരെ ഇനി എവിടെ പോയി തപ്പും? ഒരു ഐഡിയ ഇല്ലല്ലോ. ഗ്രൗണ്ടിൽ പോയി നോക്കാം. അത്ഭുതം, ദേ അവർ. ബോസ്, ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സാഹസികമായി അവരെ കണ്ടുപിടിച്ചു. അതെയോ? ഗുഡ്. എവിടെയാണവർ? വല്ല ഗുഹയിലുമാണോ അതോ കുന്നിൻ മുകളിലോ കൊടും കാട്ടിലോ? ഏയ് അല്ല ബോസ്, അവർ ഇവിടെ മരച്ചുവട്ടിലുണ്ട്. ഇതാണോടോ താൻ സാഹസികമായി കണ്ടുപിടിച്ചത്? അത് ഞാനൊരു പഞ്ചിന് പറഞ്ഞതാ. മനസ്സിലായി. എന്തായാലും താൻ അവിടെ തന്നെ നിൽക്ക, ഞാൻ ഉടനെ എത്താം. ഓക്കേ? ഓക്കേ. ഇന്നത്തോടെ ആ ഹാപ്പി കിഡിന്റെയും പിള്ളേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇത്രയും നാൾ കളിച്ചതെല്ലാം വെറും സാമ്പിൾ. ഇന്നത്തെ കളിയാണ് കളി. ഇപ്പൊ തീർന്നേനെ എന്റെ കഥ. ഫ്രെഡി, വേഗം വാനിൽ കയറൂ. യെസ് ബോസ്. എവിടെയാ അവർ? അവിടെ കണ്ടോ? യെസ്, കണ്ടു. മൂന്നിനെയും പിടികൂടി വാനിലിടണം. മിന്നൽ വേഗത്തിലായിരിക്കണം നമ്മുടെ നീക്കം. അവർ ഓടിക്കളഞ്ഞാലോ? അതല്ലേ പറഞ്ഞത്, മിന്നൽ വേഗത്തിൽ നീങ്ങണമെന്ന്. കമാൺ. എന്തിനായിരിക്കും ഡഗ്ലസ് നമ്മളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഹാപ്പി കിഡിന് ഡഗ്ലസ് ഉള്ള സ്ഥലത്ത് വരാൻ പറ്റില്ലല്ലോ. അതെ, അതുകൊണ്ടായിരിക്കും നമ്മളെ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. ഇനി എന്തു ചെയ്യും? നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, ഹാപ്പി കിഡിന് മാത്രമേ നമ്മളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂ. പക്ഷേ എങ്ങനെ? അതെ, എങ്ങനെ?
ഫ്രെഡി, ഇനിയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. പറയൂ ബോസ്, ഞാൻ എന്ത് ബുദ്ധി പ്രയോഗിച്ചാണ് ബോസിനെ സഹായിക്കേണ്ടത്? ആർക്ക് വേണം നിന്റെ ഉണക്ക ബുദ്ധി? ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി, കേട്ടല്ലോ? യെസ് ബോസ്. നമ്മൾ ഇവിടെ നിന്ന് ഉടനെ മാറണം. നമ്മൾ പോകുന്ന വിവരം ആ കുട്ടികൾ അറിയുകയും വേണ്ട. ഇതാണോ ബുദ്ധി? ഇതൊരു പൊട്ട ബുദ്ധിയായി പോയില്ല ബോസ്. അയ്യേ, ഇതിലും ഭേദം എന്റെ ഉണക്ക ബുദ്ധി തന്നെയായിരുന്നു. എന്റെ ബോസേ, നമ്മൾ ഇവിടുന്ന് മാറുന്ന നിമിഷം ആ പിള്ളേര് ഹാപ്പി കിഡിനെ വിളിച്ചു വരുത്തും. പിന്നെ നമ്മളെ അടുപ്പിൽ വെക്കാനേ കൊള്ളൂ. എടോ ഫ്രെഡി, ഹാപ്പി കിഡ് വരണം, എങ്കിലേ എന്റെ പ്ലാൻ വിജയിക്കൂ. എടോ, ഞാൻ കണ്ടുപിടിച്ച മാജിക് ടിവി അതിന്റെ ജോലി ചെയ്യണമെങ്കിൽ ഹാപ്പി കിഡ് വരണം. ആ മാജിക് ടിവിയുടെ മുന്നിൽ വരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ചു പറയൂ ബോസ്. മാജിക് ടിവിയിൽ ഹാപ്പി കിഡിന്റെ രൂപം പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാപ്പി കിഡ് ടിവിയുടെ മുന്നിൽ എത്തുന്ന നിമിഷം അത് സംഭവിക്കും. മനസ്സിലായി, മാജിക് ടിവി പൊട്ടിത്തെറിക്കും. അയ്യോ സോറി, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏയ്, അതിന്റെ ആവശ്യമേ ഇല്ല. ഇനി പറയൂ, ഹാപ്പി കിഡ് മാജിക് ടിവിക്ക് മുന്നിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? ഹാപ്പി കിഡിന്റെ ഇമേജ് ടിവിയിലെ ക്യാമറയിൽ പതിയുന്ന നിമിഷം പ്രോഗ്രാം സ്റ്റാർട്ട് ആവും. ഹാപ്പി കിഡ് എന്നേക്കുമായി ടിവിക്കകത്താകും. വൗ, സൂപ്പർ സൂപ്പർ. വരൂ, അവരെ അറിയിച്ച് നമുക്ക് പോവാം. ഞങ്ങളൊന്ന് ടൗൺ വരെ പോകുന്നു. 15 മിനിറ്റിനകം തിരിച്ചു വരും. അതിനിടയിൽ രക്ഷപ്പെടാനെങ്ങാനും ശ്രമിച്ചാൽ താനെന്തിനാ മൂളിയത്? ചുമ്മാ അറിയാതെ മൂളിപ്പോയതാ. എങ്കിൽ ഇനി മൂളണ്ട. കമോൺ. സോറി. അവർ പോയി. പെട്ടെന്ന് ഹാപ്പി കിഡിനെ വിളിക്ക്. വേണോ? ഹാപ്പി കിഡിനെ വിളിക്കണോ? ഇനി എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഡോർ ലോക്ക് അല്ലേ? നമ്മൾ വിചാരിച്ചാൽ തുറക്കാൻ കഴിയില്ല. ഹാപ്പിനെ വിളിച്ചേ പറ്റൂ. വേഗം. ഹിപ്പ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ഹോ. ഫ്രണ്ട്സ് ആണല്ലോ, പക്ഷേ ഈ ബീപ്പ് ശബ്ദം ഡേഞ്ചർ സോണിലാണല്ലോ. ഗോഡ്. ഓ, ഡഗ്ലസിന്റെ വീട് ചതിച്ചല്ലോ. കൂട്ടുകാർ ഇതിനകത്തുണ്ട്. പക്ഷെ ഡഗ്ലസ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ വാൻ കാണാനില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഡഗ്ലസ് ഇല്ലാത്ത സമയം നോക്കിയാവും കുട്ടികൾ സ്പിന്നർ കറക്കി വിളിച്ചത്. വേഗം ഡോർ തകർത്ത് ഞങ്ങളെ രക്ഷിക്കേ. ഓക്കേ. മൈ ഗോഡ്, ലാമി, ചതി. ഇത് ഡഗ്ലസിന്റെ ചതിയാ. അയ്യോ, ഹാപ്പിക്ക് പുറത്തു കിടക്കാൻ കഴിയില്ലേ? ഇല്ല, പക്ഷെ ഒരു ശ്രമം, ഒരേ ഒരു ശ്രമം. ആ സ്പിന്നർ ഒരിക്കൽ കൂടി കറക്കി ഹാപ്പി മന്ത്രം ചൊല്ലി നോക്കൂ. ഒരു പക്ഷേ എനിക്കിത് തകർക്കാൻ കഴിഞ്ഞേക്കും. ഓക്കേ. അയ്യോ, ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഹാപ്പി കിഡ്, നിന്റെ കഥ കഴിഞ്ഞു. ഇനി നീ എന്റെ മാജിക് ടിവിയിലാണ് ജീവിക്കാൻ പോകുന്നത്. ഇവർ ഇനി മുതൽ എന്റെ തടവറയിലും. ഹാപ്പി, ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ. സോറി. കരയാതെ. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഫ്രെഡിയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ അവസരം. 1 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിയണം. ഹാപ്പി കിഡ് ഫ്രെഡിയെ കണ്ട ഉടനെ ഉറങ്ങിയതുപോലെ കിടക്കണം. ബാക്കി ഞാൻ ഏറ്റു. ലാമി എന്തോ ഐഡിയ കണ്ടിട്ടുണ്ടല്ലോ. ശരി, ഞാൻ ഫ്രെഡി വന്നാൽ അഭിനയിച്ചോളാം. എവിടെ കാണട്ടെ? ഹാപ്പിയെ കാണട്ടെ. ഗുഡ്. നിന്നെ ഞാനെന്ന് തൊടട്ടെ. എന്തു പറ്റി? ഫ്രെഡി അങ്കിൾ തൊട്ട ഉടനെ മാജിക് ടിവി കേടുവന്നല്ലോ. അയ്യോ, ഹാപ്പി കിഡിന്റെ ബോധം പോക്കിയത് ഫ്രെഡിയാണെന്ന് ഞങ്ങൾ ഡഗ്ലസിനോട് പറയും. പ്ലീസ് പറയല്ലേ. അയ്യോ, ഇനിയും തല്ലുകൊള്ളാനുള്ള ശക്തി എനിക്കില്ല. എങ്കിൽ വേഗം ഹാപ്പി കിഡിന് ബോധം കൊടുക്കൂ. പൊതുവേ ബോധമില്ലാത്ത ഫ്രെഡി അങ്കിൾ എങ്ങനെ ഹാപ്പി കിഡിന് ബോധം കൊടുക്കും? ഡഗ്ലസിന്റെ കയ്യിലെ സ്പിന്നർ എടുത്തു തന്നാൽ ഞാൻ സഹായിക്കാം. സ്പിന്നറോ? അത് കിട്ടിയാൽ വല്ലതും നടക്കുവോ? ഉറപ്പില്ല, എങ്കിലും അയാൾ കാണാതെ കൊണ്ടുവാ. ഒന്ന് ശ്രമിച്ചു നോക്കാം. മതി, അത് മതി. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എവിടെയാണാവോ വച്ചത്? ആവൂ
കണ്ടു. ബോസ് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഹാപ്പി കിഡിന് ബോധം വരുത്തിയേ പറ്റൂ. സ്പിന്നർ. താങ്ക് യു. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. സൂപ്പർ. രക്ഷപ്പെട്ടു. ഹാപ്പി കിഡ് പുറത്തു വന്നോ? അയ്യോ. റെഡി, വളരെ നന്നായിട്ടുണ്ട്. ഇതാ ഒരു സമ്മാനം. ഇത് ഞങ്ങളെ തട്ടിക്കൊണ്ടുവരാൻ കൂട്ടുനിന്നവര് കേട്ടോ. ബിം ബും ബാ. അയ്യോ, ഞാൻ ടിവിയിലായല്ലോ. അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഒരു മെഗാ സീരിയൽ അഭിനയിച്ച് തീർക്ക്. ഒരു പണി കൂടി ഉണ്ട്. ഇനി നമുക്ക് പോവാം. ഇതെന്താ ഡഗ്ലസിന്റെ ഫോട്ടോ? ഫ്രെഡിക്ക് ഒരു കമ്പനി വേണ്ടേ? അതിനാ. വാ നമുക്ക് പോവാം. അയ്യോ, പോവല്ലേ പ്ലീസ്. സോറി അങ്കിൾ, ഇപ്പൊ ഒരു സീരിയൽ കാണാനുള്ള മൂഡില്ല. കുട്ടികളെവിടെ? റെഡി റെഡി. ഞാൻ ഇവിടെയുണ്ട് ബോസ്. ഇതെങ്ങനെ? എല്ലാം പറയാം, ഒന്നിങ്ങോട്ട് വരൂ. ഞാൻ ഇതിനകത്തോ? ഇതെങ്ങനെ? ചതിച്ചല്ലോ. റെഡി. ബോസ്, നമ്മളെ ടിവിയിലെടുത്തു. ഹാപ്പി കിഡ്.